ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മധുബാലയും ജെകെയും കൂടി അർച്ചനയുടെ വക്കീൽ ഓഫീസിൽ തീർപ്പ് ചർച്ചയ്ക്ക് എത്തുകയാണ്. എന്നാൽ ആ ചർച്ച എവിടെയും എത്താതെ അവർ വീണ്ടും വഴക്കുണ്ടാക്കുകയാണ്. പോകുന്ന സ്ഥലത്തെല്ലാം പങ്കാളികളെ കണ്ടെത്തുന്ന സ്വഭാവം എനിക്കില്ലെന്ന് മധുബാല പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, വ്യക്തിഹത്യക്കാണെങ്കിൽ ഞാൻ ഈ ചർച്ചയ്ക്കില്ലെന്ന് പറഞ്ഞ് പോവാനായി നിൽക്കുമ്പോൾ അർച്ചന അവർ രണ്ടുപേരെയും അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും പഴയ കാര്യങ്ങളാണ് മനസ്സിൽ വെച്ച് നടക്കുന്നത്. ആ നിലപാടുകൾക്കും സമീപനങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണം. എങ്കിലേ ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവൂ. പ്രാക്ടിക്കൽ അത് മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോവാനുള്ള ഏക പോംവഴി. ഇത്രയും വർഷം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഇനി എങ്ങനെ മുന്നോട്ട് പോവാമെന്നുള്ള ചിന്തയാണ് വേണ്ടത്. എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്ലാൻ? അത് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ വന്ന് ഇവൾ താമസിക്കണം. പക്ഷേ എന്റെ അമ്മയെ ഇവൾ വിഷമിപ്പിക്കാൻ പാടില്ല. നോട്ടം കൊണ്ട് പോലും എന്റെ അമ്മയെ നോവിക്കരുത്. എന്റെ വീട്ടിൽ എന്റെ കൂടെ വന്ന് താമസിക്കുമ്പോൾ എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് വേണം ഇവൾ അവിടെ കഴിയാൻ. അല്ലാതെ ഇവളുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എന്നെ അടിച്ചേൽപ്പിക്കരുത് എന്നങ്ങനെ ജെകെ പറയുമ്പോൾ അർച്ചന മധുബാലയോട് എന്താണ് മധുബാലയുടെ അഭിപ്രായം ചോദിക്കുകയാണ്. മധുബാല ഇപ്പൊ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ആൾക്ക് അമ്മയെന്ന പോലെ എനിക്ക് അച്ഛനുമുണ്ട്. എന്റെ അമ്മയെ പരിചരിച്ചും സംരക്ഷിച്ചും ഞാൻ ജീവിക്കണമെന്ന് ഇയാൾ പറയുന്നു. അച്ഛനെ സംരക്ഷിച്ച് ഇയാൾ അവിടെ വന്ന് താമസിക്കാൻ തയ്യാറാണോ? ക്വാളിറ്റി എല്ലായിടത്തും വേണം. എനിക്ക് മുംബൈയിലേക്ക് വാ, അവിടെ വന്ന് താമസിക്കാം, നമുക്ക് അവിടെ സുഖമായി ജീവിക്കാമെന്ന് മധുബാല അങ്ങനെ പറയുമ്പോൾ ജെകെ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ എന്റെ അമ്മയെ എന്ത് ചെയ്യണമെന്ന് മധുബാല അപ്പൊ പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ എന്റെ വിഷയമല്ല. അച്ഛൻ ഒരു നിമിഷം മിണ്ടാതിരിക്കെ ഞാൻ ഇയാളോട് സംസാരിക്കട്ടെ. നിങ്ങൾ ഇയാളുടെ അമ്മയെ കുറിച്ച് പറയുന്നു, എനിക്കാണ് സെന്റിമെന്റ്സ്. എന്റെ അച്ഛനെ ഇവർ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് മധുബാല പറയുമ്പോൾ ജെകെ ചോദിക്കുന്നുണ്ട്, എന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട നിന്റെ അച്ഛനെ കുറിച്ച് ഞാൻ എന്തിനു സംസാരിക്കണം? അമ്മ ഇതുവരെ നിന്നെ ഇറക്കി വിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, എന്റെ അച്ഛൻ ജസ്റ്റിസ് ആണ്. അച്ഛൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ എന്റെ അച്ഛൻ തയ്യാറല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മ പറയുന്നത് കേൾക്കാനും എനിക്ക് തയ്യാറല്ല. വേണമെങ്കിൽ നിങ്ങളുടെ അമ്മയെ നിങ്ങൾ ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കണമെന്ന് മധുബാല അങ്ങനെ പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, എന്താണ് പറഞ്ഞത്? എന്റെ അമ്മയെ ഉപേക്ഷിക്കണമെന്നോ? നീ അങ്ങനെ നിന്റെ അച്ഛനെ ഉപേക്ഷിക്കുവോ എന്നങ്ങനെ ജെകെ ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ശബ്ദമുയർത്തി നിങ്ങൾ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട എന്ന് അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്. മധുബാലെ, നിങ്ങൾ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? ഇത് ഒത്തുതീർപ്പ് ചർച്ചയ്ക്കുള്ള വേദിയാണ്, അല്ലാതെ വഴക്കുണ്ടാക്കാനുള്ള വേദിയല്ലെന്ന് അർച്ചന ഇങ്ങനെ പറയുമ്പോൾ മധുബാല അർച്ചനയുടെ വായ അടപ്പിക്കുകയാണ്. നോ, ഇത് എന്തിനുള്ള വേദിയാണെന്ന് നീ എന്നോട് പറയണ്ട. എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇയാളും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരണം. അതിന് ഞാനൊരു പൊട്ടിയൊന്നുമല്ല എന്നങ്ങനെ മധുബാല പറയുമ്പോൾ ജെകെക്ക് ദേഷ്യം വന്ന് ജെകെ മധുബാലയെ അടിക്കാനായി പോവുകയാണ്. അപ്പോഴേക്കും അർച്ചനയും ദീപ്തിയും ജെകെയെ പിടിച്ചു മാറ്റുന്നുണ്ട്. അർച്ചന എന്നിട്ട് മധുബാലയോട് ചോദിക്കുന്നുണ്ട്, മധുബാലെ, നിങ്ങൾ എന്താണ് ഒത്തുതീർപ്പിന് വിളിച്ചു വരുത്തിയ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്നങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, വായിൽ തോന്നിയതൊന്നും വിളിച്ചു പറയരുത്. നിങ്ങളെ ഒന്നിക്കാൻ ശ്രമിച്ച വക്കീലിനെയാണ് നിങ്ങൾ അപമാനിച്ചത്. വളരെ മോശമായി പോയി എന്ന് ദീപ്തി അങ്ങനെ പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, ഈ ചിന്താഗതിയുമായി നടക്കുന്ന ഇവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതിൽ നിന്ന് ഡിവോഴ്സ് അല്ലാതെ എനിക്കൊന്നും മറ്റാവശ്യവുമില്ല എന്ന് ജെകെ അങ്ങനെ പറയുമ്പോൾ മധുബാല പറയാണ്, എന്റെ അടുത്ത് നിന്ന് ഡിവോഴ്സ് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഞാൻ ഒരിക്കലും ഡിവോഴ്സ് നിങ്ങൾക്ക് തരില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ ഡിവോഴ്സ് നടക്കില്ലെന്ന് പറഞ്ഞ് മധുബാല ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അച്ഛൻ അങ്ങനെ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. ജെകെ അർച്ചനയോട് സോറി പറയാൻ പോവുകയാണ്. അർച്ചനയാണെങ്കിൽ ജെകെയോട് ദേഷ്യപ്പെടുകയാണ്, നിങ്ങളൊന്ന് ഇറങ്ങി പോവൂ എന്ന് ചോദിക്കുകയാണ്. ജെകെ അങ്ങനെ മിണ്ടാതെ അങ്ങനെ ഇറങ്ങി പോവുകയാണ്. ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട്, ഇതൊന്നും നല്ല രീതിക്ക് പോവില്ല എന്ന് അർച്ചന പറയുന്നുണ്ട്. പാവം ടീച്ചർ, അവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നതെന്ന് പറയാണ്. അതിനുശേഷം മധുബാല അർച്ചനയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നേരെ വിജയ് ശങ്കറിനെ കാണാനായി പോവുകയാണ്. വിജയ് ശങ്കർ എന്നിട്ട് സംഭവങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം മധുബാലയോട് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതാണ് അങ്ങോട്ട് പോവണ്ട എന്നും ഇതിന് പിന്നിൽ എന്തോ ഒരു അജണ്ടയുണ്ടെന്നും ഇത് അർച്ചനയും ജെകെയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണെന്നൊക്കെ നിങ്ങളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയതാണ്. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി നിങ്ങളെ ഒരു ബലിയാടാക്കായിരുന്നു അവർ. ഒക്കെ പോട്ടെ, എന്താണ് ഇപ്പൊ ജെകെയുടെ നിലപാടെന്ന് വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ജെകെക്ക് ഇപ്പോൾ ഡിവോഴ്സ് വേണം, അതാണ് നിലപാട്. അങ്ങനെ അസോസിയേഷൻ വഴി അയാള് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. അയാൾ എന്തിനാണ് തിടുക്കപ്പെട്ട് ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് എനിക്കറിയാം. ഡിവോഴ്സ് ചെയ്തിട്ട് അർച്ചനയ്ക്കും അയാൾക്കും ഒരുമിച്ച് ജീവിക്കണം, അതാണ് പ്ലാൻ. ഇതിനുവേണ്ടി ഒരു കോംപ്രമൈസ് ചർച്ച നടത്തി ഒരു നാടകം കളി അതായിരുന്നു ഇവിടെ നടത്തിയതെന്നൊക്കെ മധുബാല അങ്ങനെ പറയുമ്പോൾ ജയശങ്കർ ചോദിക്കുന്നുണ്ട്, ഇതിൽ മധുബാലയുടെ സ്റ്റാൻഡ് എന്താണ്? ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, നോ, ഞാൻ ഒരിക്കലും അയാൾക്ക് ഡിവോഴ്സ് കൊടുക്കില്ല. അങ്ങനെ
അങ്ങനെ ചെയ്താൽ അവർക്ക് തമ്മിൽ ജീവിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നത് പോലെയാവും. ഞാനും ജെകെയും തമ്മിലുള്ള ഡിവോഴ്സ് ഒരിക്കലും നടക്കില്ല, ഞാൻ അതിന് തയ്യാറല്ല. കേസ് ഞാൻ വിജയ് ശങ്കറിനെ ഏൽപ്പിക്കുകയാണ് എന്നങ്ങനെ മധുബാല പറയുമ്പോൾ വിജയ് ശങ്കറിന് സന്തോഷാവുകയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ഈ കേസിൽ എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്, അതുകൊണ്ട് ഈ കേസ് എന്റെ സ്വന്തം കേസായി തന്നെ ഞാൻ കാണും. നിങ്ങളും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഡിവോഴ്സ് നടക്കാതിരിക്കാൻ ചില തന്ത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയാണ്. പിന്നീട് ചർച്ച എന്തായി എന്നറിയാൻ സുമിത്ര ടീച്ചർ ജെകെ വിളിക്കുന്നുണ്ടെങ്കിലും ജെകെ ഫോൺ എടുക്കുന്നില്ല. എന്തായി എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ സുമിത്ര ടീച്ചർ അർച്ചനയെ വിളിക്കുകയാണ്. അർച്ചന ഫോൺ എടുക്കുന്നതും വളരെ ആകാംക്ഷയോടെ ടീച്ചർ അങ്ങനെ ചോദിക്കുകയാണ്, മോളെ എന്തായി ചർച്ച? ഇത് ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചോ? പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ വളരെ ശുഭപ്രതീക്ഷയോടാണ് ടീച്ചറെ അവരെ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിയത്, പക്ഷെ അത് എവിടെയും എത്തിയില്ല. ഇത് നടക്കാതെ പോയി, ഇനി നടക്കുമെന്നും തോന്നുന്നില്ല. പേരും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. എങ്ങനെയാണ് ഒത്തുതീർപ്പുണ്ടാകുന്നത്? രണ്ടുപേരും ഇവിടെ വെച്ച് അടിയുണ്ടായില്ല എന്നുള്ളൂ. ഉദ്ദേശത്തോടെയാണ് ഞാൻ അവരെ വിളിച്ചു വരുത്തിയത്, പക്ഷെ അവരുടെ ഉദ്ദേശം വേറെയാണ്. രണ്ടുപേരും ഒരു രക്ഷയുമില്ലെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ വളരെ സങ്കടത്തോടെ ടീച്ചർ പറയുന്നുണ്ട്, അവര് രണ്ടുപേരും കണ്ടാൽ ഇതാണ് മോളെ പ്രശ്നം. നീ എന്താണ് ഇതിനൊരു പോംവഴി എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്കറിയില്ല, എനിക്കും ചില മാനസിക പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി, അതെല്ലാം ഞാൻ പിന്നീട് പറയാം ടീച്ചറെ, ഞാനിപ്പോൾ ഫോൺ വെക്കുന്നു എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ കട്ട് ചെയ്യുകയാണ്. സുമിത്ര ടീച്ചർ ആണെങ്കിലും മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അർച്ചനയ്ക്ക് എന്തോ മനപ്രയാസം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നാലോചിച്ച് അങ്ങനെ സങ്കടപ്പെടുകയാണ്. അതിനുശേഷം രാത്രിയിൽ അർച്ചന ഇന്നുണ്ടായ സംഭവങ്ങളെല്ലാം ഓർക്കുകയാണ്. അതുപോലെ പറഞ്ഞതെല്ലാം അത്രത്തോളം അർച്ചനയെ മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ജെകെ തന്ന ഡിവോഴ്സ് കേസ് ഏറ്റെടുക്കാൻ ഒരു താല്പര്യക്കുറവ് വരികയാണ്. കേസ് ഏറ്റെടുത്താൽ മധുബാലയുടെ മനോഭാവം ഇത് തന്നെയായിരിക്കും, വെറുതെ ഇതിൽ ഞാൻ ഇടപെടണ്ട എന്ന് കരുതി അർച്ചന അങ്ങനെ ജെകെ ഫോണിൽ വിളിക്കുകയാണ്. ജെകെ കോൾ എടുക്കുന്നതും അർച്ചനയോട് പറയുന്നുണ്ട്, ഞാൻ അർച്ചനയെ വിളിക്കാൻ ഇരിക്കുകയായിരുന്നു, ഇന്ന് നടന്ന സംഭവങ്ങൾക്കെല്ലാം റിയലി സോറി എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ എന്തായാലും ജെകെ എന്നെ ഒരു കേസ് ഏൽപ്പിച്ച സ്ഥിതിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കണമല്ലോ. അർച്ചന പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, മധുബാലയുമായിട്ട് ഒന്നിച്ചു പോവാൻ എനിക്കിനി കഴിയില്ല അർച്ചനെ, ഡിവോഴ്സ് അല്ലാതെ അതിലെനിക്ക് മറ്റൊന്നും പറയാനുമില്ലെന്ന് ജെകെ അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഡിവോഴ്സ് ആയിക്കോളൂ, രണ്ടുപേരുടെയും നിലപാട് ഇതാണെങ്കിൽ അത് തന്നെയാണ് ശരി. കേസിൽ എന്റെ തീരുമാനം പറയുമ്പോൾ ജെകെക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഈ കേസുമായിട്ട് മുന്നോട്ട് പോവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ കേസ് ഏറ്റെടുക്കില്ല, വക്കാലത്ത് ഞാൻ ഒഴിയുന്നു. ഇത് പറയാനാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾക്ക് ഈ കേസ് മറ്റാരെങ്കിലും ഏൽപ്പിക്കാം, സോറി എന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അർച്ചന അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അർച്ചന ജെകെയോട് ഫോണിൽ സംസാരിച്ചതെല്ലാം ചിന്നു ആണെങ്കിൽ വാതിൽക്കൽ നിന്ന് കേൾക്കുകയാണ്. അർച്ചന അങ്ങനെ നിൽക്കുന്നത് കണ്ട് ചിന്നു വന്ന് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് ജെകെ അങ്കിളിനെ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്? ആ കേസ് അമ്മയ്ക്ക് ഏറ്റെടുത്തുകൂടെ? അമ്മ അങ്ങനെ പറഞ്ഞപ്പോ അങ്കിളിന് ഒരുപാട് വിഷമായിട്ടുണ്ടാവും. അമ്മ ആ കേസ് ഏറ്റെടുക്കണം. ആ മുത്തശ്ശിയെ ജെകെ അങ്കിളിന്റെ ഭാര്യ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. നമുക്ക് ജെകെ അങ്കിളിനെയും മുത്തശ്ശിയെയും നല്ലോണം അറിയുന്നതല്ലേ. ജെകെ അങ്കിളിന്റെ ഭാര്യ അതൊരു ഭയങ്കരിയാണ്. ജെകെ അങ്കിൾ മദ്യപിക്കാൻ കാരണം തന്നെ ആ സ്ത്രീയാണ്. അമ്മ ഈ കേസ് ഏറ്റെടുക്കണമെന്ന് ചിന്നു അങ്ങനെ നിർബന്ധം പിടിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നതിൽ എനിക്ക് ചില അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് മോളെ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഡിവോഴ്സ് കേസ് ഏറ്റെടുക്കുന്ന വക്കീലിന് ഏതെങ്കിലും തരത്തിൽ അതിലൊരു ശാപം ഉണ്ടാവും. ശാപം മാത്രമല്ല മറ്റു ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഡിവോഴ്സ് കേസിൽ എന്തായാലും ഇടപെടാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് അർച്ചന റൂമിൽ നിന്ന് പോവുകയാണ്. ചിന്നു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അമ്പലത്തിൽ അങ്ങനെ ഒരു കല്യാണം നടക്കാനായി പോവുകയാണ്. കല്യാണ പുടവയും അതിനുമേലൊരു താലിയും തൊട്ടടുത്ത് സിന്ദൂരവും കല്യാണമാലയും എല്ലാം തന്നെ അങ്ങനെ നിരത്തി വെച്ചു തിരുമേനി അങ്ങനെ പൂജ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അർച്ചന അങ്ങോട്ടേക്ക് കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങി വന്ന് മുല്ലപ്പൂ എല്ലാം ചൂടി ദേവിയോട് അങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കല്യാണ ചെക്കനെ പോലെ ഒരുങ്ങിക്കൊണ്ട് ജെകെയും വരുന്നുണ്ട്. ജെകെ എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ഒരുമിച്ച് ജീവിക്കാനുള്ള ഈ തീരുമാനം പെട്ടെന്നായി പോയോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, താലി കെട്ട് കഴിഞ്ഞ് രജിസ്ട്രാർ ഓഫീസിൽ പോയി മാരേജ് രജിസ്റ്റർ ചെയ്യണം, വീട്ടുകാരും നാട്ടുകാരും എന്ത് വിചാരിക്കുമെന്ന് അറിയില്ല എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, കുറെ പേർ പരിഹസിക്കും, ചിലർ നന്നായി എന്ന് പറയും, നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വീടിന്റെ മതിൽ അടച്ചു വെച്ചിട്ട് ആ വീടിന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്ന് ഒളിഞ്ഞു നോക്കുന്ന കുറെ പേരുണ്ട്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്കറിയണം. അങ്ങനെയുള്ള നാട്ടുകാരാണ് ഇവിടെയുള്ളത്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്ന് ജെകെ അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടുകാരെ അവഗണിക്കാനാവില്ല.
ഉണ്ടാവില്ലല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ JK പറയുന്നുണ്ട്, അത് ശരിയാണ്, എനിക്ക് എൻ്റെ അമ്മയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. അച്ഛനക്കൊരു ജീവിതം കൊടുത്തു എന്നറിഞ്ഞാൽ എൻ്റെ അമ്മ രണ്ടും കൈ നീട്ടി നമ്മളെ സ്വീകരിക്കും എന്നങ്ങനെ JK പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് ചിന്നുവിന്റെ നിലപാടാണ് പേടി. അവൾ ഇതിനു മുന്നേ അമ്മ എന്താണ് വീണ്ടും ഒരു വിവാഹം കഴിക്കാത്തതെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്തയെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്നങ്ങനെ അർച്ചന പറയുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതെന്തായാലും ആരെങ്കിലും ഒരാൾ കാണുന്ന സ്വപ്നം തന്നെ ആയിരിക്കാം. ഈ സ്വപ്നം എന്തായാലും യാഥാർത്ഥ്യമാവട്ടെ.